നൂറ്റാണ്ടെത്തിയപ്പോൾ, ഇപ്പം നമ്മൾ ഹിജ്റ കലണ്ടർ പ്രകാരം 15-ാം നൂറ്റാണ്ടിലാണ്. 8-ാമത്തെ നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദ് ഒന്നുകിൽ ഇമാം മഹദിയാണ്, അല്ലെങ്കിൽ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാമാണ് എന്ന് മഹാനായ ഇമാം ഖതീബുൽ ബഗ്ദാദി എൻ്റെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചു. അത് ശരിയായിരുന്നില്ല എന്ന് ഇപ്പം മനസ്സിലായി. വല്ലന്നു, ഞാൻ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാൻ പറഞ്ഞു കേട്ടോ. വല്ലന്നു സാമിനുൽ മഹ്ദിയു അവിൽ മസീഹുൽ മുഹ്തദി. എൻ്റെ അഭിപ്രായ പ്രകാരം ഇനി 8-ാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദ്, 1-ാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, 2-ാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദ് ഇമാമുന ശാഫിഈ തങ്ങൾ. അങ്ങനെ മുജദ്ദിദീങ്ങളുടെ ഒരു സിൽസിലയുണ്ട്, ഒരു വഴിയുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് മഹാൻ 8-ാം നൂറ്റാണ്ടുകാരനാണ്. മഹാന്മാർ പറഞ്ഞു ഈ കാലഘട്ടത്തിൽ ഇനി വരാൻ പോകുന്ന മുജദ്ദിദ് ആരാണ്? ഇമാം മഹദിയാണ്. ഖിയാമത്ത് നാളായിട്ടുണ്ട് എന്ന് അവർക്കന്ന് തോന്നി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 7 നൂറ്റാണ്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഇത് എപ്പോൾ സംഭവിക്കും നമുക്കാർക്കും അറിയില്ല. അൽ ഗൈബ് ഇൻദല്ലാഹ്, പടച്ചവൻ മാത്രം അറിയുന്നൊരു വിഷയമാണ് എന്നാണ് ഖിയാമത്ത് നാൾ. ലോകമഹായുദ്ധങ്ങൾ 2 കഴിഞ്ഞിപ്പോൾ, 3 ആവാം, ഇനി 5 10 ഒക്കെ ആവാം, നമുക്കറിയില്ല എന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന്. അതുകൊണ്ട് എനിക്ക് ശുഭാപ്തി വിശ്വാസം ഇഷ്ടമാണ് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരാശാജനകമായ സന്ദർഭങ്ങളിലാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ പ്രതീക്ഷ നൽകിയത്. ഖന്തഖ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വഹാബികളെ കൊണ്ട് പൊട്ടിക്കാൻ കഴിയാത്ത ഒരു പാറക്കല്ല് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമായ പുണ്യമായ കൈകൊണ്ട് ആ ഒരു ഹാമർ എടുക്കുകയും വലിയൊരു പാറയിൽ നിബിതങ്ങൾ അവിടുത്തെ കൈകൊണ്ട് ബിസ്മില്ലാഹ് എന്ന് ചൊല്ലി ഹബീബായ തങ്ങൾ പാറയിൽ അടിക്കുകയും ചെയ്തു 3 തവണ. ആ വലിയ പാറ ഒരു മണൽ കൂനയായി മാറി എന്ന് പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. സ്വഹാബികളിൽ 25ഓളം ആളുകൾ ഒരുമിച്ച് അടിച്ചിട്ടും പൊട്ടാത്ത ഒരു പാറക്കല്ല് അഷ്റഫുൽ ഖൽഖിന്റെ മുഅ്ജിസത്ത് പ്രകാരം പുണ്യനബി തങ്ങൾ മെല്ലെ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞ പാറയിൽ അടിച്ചപ്പോൾ ആ ഓരോ അടിയിലും മിന്നൽ പിണർ പോലെ പ്രകാശം കടന്നു പോകുന്നത് സ്വഹാബിമാർ കണ്ടു. അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങടിച്ച ഓരോ അടിയുടെ കൂടെയും ഞങ്ങൾ ലംആനൻ, ഞങ്ങൾ മിന്നൽ പിണർ പോലെ പ്രകാശം സ്ഫുരിക്കുന്നത് കണ്ടുവല്ലോ നബിയെ. എന്തായിരുന്നു അത്? ചോദ്യം നടക്കുന്ന സന്ദർഭം നമ്മൾ മനസ്സിലാക്കണം. മദീന ഒരു കൊച്ചു നാടായിരുന്നു അന്ന്. മദീന ഒരു ചെറിയ നാടാണ് എന്ന് പറഞ്ഞാൽ ജന്നത്തുൽ ബഖീഅ. മദീനത്ത് പോയവരൊക്കെ ഒന്ന് കൈപൊക്കിയട്ടെ. അത്രേ ഉള്ളൂ. ഒന്നുകൂടെ മാഷാ അല്ലാഹ്. അല്ലാഹു ഹബീബിന്റെ ചാരത്തണയാനും പലതവണ സിയാറത്തിനെത്താനും ഹജ്ജും ഉംറയും ധാരാളം നിർവഹിക്കാനും ഹറമൈനുകളിൽ ഇബാദത്തിലിരിക്കാനും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ റബ്ബേ. ആമീൻ ആമീൻ പറഞ്ഞോളി. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വമാ ദാലിക അലല്ലാഹി ബിഅസീസ്. നമ്മൾ വിചാരിക്കും അത്രയൊന്നും വേണ്ട ഉസ്താദ്, എനിക്ക് ഒരു പോക്ക് പോയാൽ മതിയേന്. അങ്ങനെയല്ല, കുറേ വട്ടം പോകണം തന്നെ ആഗ്രഹിക്കും. അള്ളാഹുവിനോട് സ്വർഗം മതി എന്ന് മാത്രമല്ല പറയേണ്ടത്, അള്ളാഹുവേ എനിക്ക് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലെത്താൻ സാധിക്കണം. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നത് ചെറുതാക്കരുത്, വലിയ ചോദ്യം തന്നെ ചോദിച്ചോളൂ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കുറേ തവണ ഹജ്ജ് ഉംറ മരിക്കണവരെ ആയിഷല്ലാഹ് കൂട്ടിത്തരാനെന്ന് വരുന്നുള്ളി ഇൻഷാ അല്ലാഹ്. മദീന കൊച്ചു നഗരമാണ്. മദീനയുടെ ജന്നത്തുൽ ബഖീഅ നിങ്ങൾ പോയിട്ടില്ലേ? ആ ജന്നത്തുൽ ബഖീഇന്റെ ഏകദേശം മധ്യഭാഗത്തൊരു ഖബറുണ്ട്. അതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ. ജന്നത്തുൽ ബഖീഇന്റെ മാപ്പ് അറിയുന്ന ഉസ്താദുമാർ പറഞ്ഞുതരും, അത് ഉസ്മാൻ തങ്ങളാണ്. ആ കെട്ടിൻ്റെ ഉള്ളിലുള്ള ഉസ്മാൻ തങ്ങളാണ്. ഉസ്മാൻ തങ്ങൾ വഫാത്താകുന്നത്, മഹാനവറുകൾ ഷഹീദാണല്ലോ. മഹാനവറുകളെ അന്നത്തെ രാഷ്ട്രീയ വൈരാഗ്യക്കാർ കൊല ചെയ്യുകയായിരുന്നു. മഹാൻ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ, സൂറത്തുൽ അറാഫ് ഓതിക്കൊണ്ടിരിക്കെയാണ് മഹാനവറുകൾ വഫാത്താകുന്നത്.
എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഖുർആൻ ഓതുന്ന നേരം സൂറത്തുൽ അഅറാഫ് ആവണം. മഹാനവറുകളുടെ രക്തം പുരണ്ട ഖുർആൻ ഇന്ന് താഷ്കന്റ് മ്യൂസിയത്തിലുണ്ട്. യുനെസ്കോ അടയാളപ്പെടുത്തിയത്. ഇതിന് 1400 കൊല്ലം പഴക്കമുണ്ട് എന്ന് സ്റ്റാമ്പ് ചെയ്ത് യുനെസ്കോ അടയാളപ്പെടുത്തിയ ലോകത്തെ ഏറ്റവും അതിപുരാതനമായ ഖുർആനിൻ്റെ കോപ്പിയുള്ളത് താഷ്കന്റിലാണ്, ഉസ്ബെക്കിസ്ഥാനിൻ്റെ ക്യാപിറ്റലിൽ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് രാഷ്ട്രീയ വൈരാഗ്യമുള്ള ആളുകൾ മഹാനവറുകളെ മദീനയിൽ മറവു ചെയ്യാൻ സമ്മതിച്ചില്ല എന്നും മദീനക്ക് പുറത്ത് ജന്നത്തുൽ ബഖീഇന്റെ പുറത്താണ് മഹാനവറുകളെ മറവു ചെയ്തത് എന്നുമാണ് ചരിത്രം. അങ്ങനെയാണെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കിടക്കുന്ന ആ സ്ഥലം പഴയ മദീനയുടെ പുറമാണ്, മദീനക്ക് പുറത്താണത്. അത് എത്ര ചെറിയ നാടായിരുന്നു മദീന എന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ വലിയ നഗരമാണ്. എയർപോർട്ടും മെട്രോ ട്രെയിനും സംവിധാനങ്ങളൊക്കെയുള്ളൊരു നഗരമാണ്. അന്ന് ജന്നത്തുൽ ബഖീഇന്റെ ഈ പകുതി മദീനക്ക് പുറത്താണ്. ഉസ്മാൻ തങ്ങൾ അവർ മദീനയിൽ മറവ് ചെയ്യാൻ വിട്ടില്ല എന്നാണ് ചരിത്രം. മദീനയുടെ പുറത്ത് നായകളും കുറുക്കന്മാരും ഓരിയിടുമായിരുന്ന കുറ്റിക്കാടിനുള്ളിലാണ് മഹാനവറുകളെ മറവ് ചെയ്തത് എന്ന ചരിത്രം വായിച്ചാൽ മനസ്സിലാവും. ആ കൊച്ചു മദീന അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു നേരം മദീനയ്ക്ക് വേണ്ടി സുരക്ഷിതമായും മദീനയെ സംരക്ഷിക്കാൻ വേണ്ടി ഹബീബായ തങ്ങളും സ്വഹാബികളും അവരൊരുമിച്ച് ചെയ്ത കടുത്ത ത്യാഗമായിരുന്നു ഖന്ദഖ് എന്ന് പറയുന്ന കിടങ്ങുണ്ടാക്കിയത്. നബിയെ, അങ്ങയുടെ ഓരോ അടിയുടെ കൂടെയും ഞങ്ങൾ കണ്ട മിന്നൽ പിണറിന്റെ ഉദ്ദേശം എന്താണ്? അതെന്തായിരുന്നു നബിയെ? ചെറിയ ഒരു കൊട്ടിലൊന്നും അങ്ങനെ വലിയൊരു പ്രകാശം പുറപ്പെടേണ്ടതില്ലല്ലോ. ചെറിയൊരു പൊട്ടുടെ ഉണ്ടാവോ? വലിയൊരു കൊട്ടൊക്കെ ആണെങ്കിലും ഒക്കെ ഒരു ചെറിയ സ്പാർക്കൊക്കെ കണ്ടെന്ന് വരും അല്ലേ? അവിടുന്ന് വളരെ മെല്ലെ ബിസ്മില്ലാഹി എന്ന് ചൊല്ലി പുണ്യനബി തങ്ങൾ ഹംറ കൊണ്ട് പാറയിൽ കൊട്ടുന്നിടത്ത് 3 മിന്നൽ പിണറുകൾ ഉണ്ടായതിനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യാഖ്യാനിച്ചത് നമ്മുടെ സുഹാഹുകളിൽ കാണാം. സുഹാബികളെ, ഒന്നാമത്തെ മിന്നൽ പിണറിന്റെ പ്രകാശത്തിൽ ഉരീതു ഖുസൂറർ റൂം, റോമൻ കോട്ടകളും കൊത്തളങ്ങളും റോമൻ അധികാര കേന്ദ്രങ്ങളെ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. റോമിലേക്ക്, അതായത് ഇന്നത്തെ തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിൾ, അതായത് ഇസ്തംബൂൾ, അത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്നത്തെ യൂറോപ്യൻ ഭരണകൂടത്തെയാണ് റോം സാമ്രാജ്യം എന്ന് പറയുന്നത്. ഇന്നത്തെ ഇറ്റലിയിലെ റോമല്ല, അതിന് റൂമിയ എന്നാണ് അറബിയിൽ പറയാ. റൂം എന്ന് പറഞ്ഞാൽ തുർക്കിയിലെ ഇസ്തംബൂൾ ആസ്ഥാനമായുള്ള അന്നത്തെ ഭരണകേന്ദ്രമാണ്. അവിടുത്തെ കോട്ടക്കൊത്തളങ്ങളെ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. അവകൾ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുമെന്നാണ് അള്ളാഹു എനിക്ക് നൽകുന്ന ശുഭസൂചന എന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയുന്നത്. മദീന എന്ന കൊച്ചുനാടിനെ പോലും സംരക്ഷിക്കാൻ പെടാപാടുപെടുന്ന നേരത്ത്, ചെറിയ നാട് മദീന, അത് സുരക്ഷിതമാക്കാൻ കിടങ്ങ് കുഴിക്കുന്ന നേരത്താണ് റോമൻ കോട്ടകൾ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരും. പിന്നെ പറഞ്ഞു, ഷാമിന്റെ കോട്ടക്കൊത്തളങ്ങളെ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. ഇന്നത്തെ ഫലസ്തീനും സിറിയയും ജോർഡാനും ലെബനോനും അടങ്ങുന്ന പ്രദേശങ്ങളാണത്. ആ പ്രദേശങ്ങൾ ഇസ്ലാമിന്റെ വഴിയിലേക്ക് വരും. പിന്നെ പറഞ്ഞു, പേർഷ്യയുടെ കോട്ടകളെ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. മൂന്നാമത്തെ മിന്നൽ പിണറിൽ അന്നത്തെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു ഇറാനിയൻ ശക്തി, പേർഷ്യൻ ശക്തി എന്ന് പറയുന്നത്. ആ സാമ്രാജ്യം മുഴുവനും ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുമെന്ന് ഹബീബായ നബി തങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ സ്വഹാബികളോട് പറയുന്നത്. മദീന എന്ന കൊച്ചുനാടിനെ, ഈ ഒരു രാമന്തളിയുടെ അത്ര പോലും വലുപ്പമില്ലാതിരുന്ന മദീനയെ സംരക്ഷിക്കാൻ വേണ്ടി കിടങ്ങ് കുഴിക്കുന്ന നേരത്താണ് ലോകത്ത് അന്ന് തലയെടുപ്പുള്ള സാമ്രാജ്യങ്ങളിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പുണ്യനബി തങ്ങൾ പറയുന്നത്, ഇസ്ലാം ഇവിടേക്കെല്ലാം സമാധാനത്തോടെ പ്രചരിക്കും. അന്തസ്സോടെ നമ്മൾ അവിടങ്ങളിൽ കയറി ചെല്ലും. ദീനിന്റെ പ്രഭയും ശബ്ദവും വെളിച്ചവും അവിടങ്ങളിലേക്ക് എത്തും എന്ന് ഈ ഉമ്മത്തിന് നബി തങ്ങൾ പ്രതീക്ഷ നൽകുന്നത് ഏറ്റവും വലിയ പ്രതിസന്ധികൾക്കിടയിലായിരുന്നു. അതുകൊണ്ടാണ് വയുഅ്ജിബുനി അൽഫഅൽ,
ശുഭാപ്തി വിശ്വാസം, നല്ലത് വരും, വിജയം വരും, അങ്ങനെയുള്ള വാക്കുകൾ കേൾക്കാനാണ് എനിക്കിഷ്ടം എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്. നിരാശ പറയുന്ന ആളുകൾ ജനങ്ങളിൽ ഒരുപാടുണ്ടാകും, നിരാശപ്പെടുത്തുന്നവരുണ്ടാകും. ഈ ഉമ്മത്തിന്റെ ഖൈറുകൾ തീർന്നുപോയി എന്ന് പറയുന്നവർ, ഒരാലിമ മരിച്ചുപോയാൽ പിന്നെ ലോകം തീർന്നു എന്ന് പറയുന്നവർ, ഒരു നേതാവിൻ്റെ വിയോഗം സംഭവിച്ചാൽ ഈ ഉമ്മത്തിന് ഇനി ആരുമില്ല എന്ന് പറയുന്നവർ, അങ്ങനെയല്ല. ഓരോ നൂറ്റാണ്ടിലും ഈ ദീനിന് ഉണർവ് നൽകാൻ കഴിയുന്ന ആളുകളെ, ഓരോരോ വിഷയത്തിലും ഉണർവ് നൽകുന്ന എത്രയോ മുജദ്ദിദുമാർ അലാ റഅസി മിഅതി കുല്ലി സനത്തിൻ അല്ലാഹു പറഞ്ഞേക്കും മൻ യുജദ്ദിദു ലഹാ ദീനഹാ. ഓരോ കാലഘട്ടങ്ങൾക്കും അവരുടെ ദീനിന് അനുചിതമായ ഉണർവ് നൽകാൻ കഴിയുന്ന ആളുകൾ. ദഅവത്തിന്റെ രംഗത്ത് വരുന്ന മുജദ്ദിദുകളുണ്ട്, ഫിഖ്ഹിൽ വരുന്ന മുജദ്ദിദുകളുണ്ട്, തഫ്സീറിൽ വരുന്ന മുജദ്ദിദുകളുണ്ട്, തസ്കിയത്തിൽ വരുന്ന മുജദ്ദിദുകളുണ്ട്, ആലമുൽ മഅരിഫത്തിൽ അല്ലാഹുവിന്റെ മുജദ്ദിദുകൾ വരാനുണ്ട്. ഇങ്ങനെ ദീനിന്റെ ഓരോരോ വിഷയങ്ങളിൽ ഈ ഉമ്മത്തിന് അംറും ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ ചെയ്യുന്നതിൽ മുജദ്ദിദുമാർ, ഇങ്ങനെ ഓരോരോ വിഷയങ്ങളിൽ മുജദ്ദിദുമാർ ഓരോ 100 കൊല്ലം കഴിയുമ്പോഴും ഉമ്മത്തിന് വരാനുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഖാല ഹലകന്നാസ് ഫഹുവ അഹ്ലകഹും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ്. മൻ ഖാല ഹലകന്നാസ് ഫഹുവ അഹ്ലകഹും ഫഹുവ അഹ്ലകഹും. ഇമാം മുസ്ലിം തങ്ങളുടെ സ്വഹീഹിൽ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിയാണ് അബൂ ഇസ്ഹാഖ് റഹിമഹുല്ലാഹ്. മഹാനവറുകൾ ഹൽ ലാ അദ്രി ഹൽ ദിവായ ബിർറഫ്ഇ അം ബിന്നസ്ബി മൻ ഖാല ഹലകന്നാസ് ഫഹുവ അഹ്ലകുഹും എന്നാണോ ഫഹുവ അഹ്ലകഹും എന്നാണോ പുണ്യനബി പറഞ്ഞത് എന്ന് എനിക്ക് ഓർമ്മയില്ല എന്ന് റാവിയായ അബൂ ഇസ്ഹാഖ് റഹിമഹുല്ലാഹ് സ്വഹീഹ് മുസ്ലിം, മുസ്ലിം തങ്ങളുടെ റാവിമാരിൽപ്പെട്ട അബൂ ഇസ്ഹാഖ് തങ്ങൾ പറയുന്നു, രണ്ടിനും രണ്ടർത്ഥമാണ്. മൻ ഖാല ഹലകന്നാസ് ഫഹുവ അഹ്ലകുഹും. ചെറിയൊരു ഹദീസാണ്, ഒന്ന് പറഞ്ഞു നോക്കി. മൻ ഖാല ഹലകന്നാസ് ഫഹുവ അഹ്ലകുഹും. വേറെ റിവായത്ത് മൻ ഖാല ഹലകന്നാസ് ഫഹുവ അഹ്ലകഹും. ഇത് രണ്ടും ഹദീസാണ്. മൻ ഖാല ഹലകന്നാസ്, ജനങ്ങൾ മുഴുവനും നശിച്ചു എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഫഹുവ അഹ്ലകഹും, ആ പറഞ്ഞ ആളാണ് അവരെ നശിപ്പിച്ചത് എന്നാണ് അഹ്ലകഹും എന്ന് പറഞ്ഞാൽ അർത്ഥം. കാലൊക്കെ മോശമായി, ഒക്കെ കള്ളുടിയന്മാരാണ്, ക്യാമ്പസുകളൊക്കെ മോശമായി, എല്ലാവരും ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഡ്രഗ്സുമായിട്ട് നടക്കുകയാണ്, നമ്മുടെ നാടൊക്കെ പറ്റ തീർന്നു. വേദന കൊണ്ട് പറയുന്നതിന് വിരോധമില്ല, എന്നാൽ ഉമ്മത്തിൽ ഇനി ഒരു നന്മയുമില്ല എന്ന നിരാശയോടുകൂടിയാണ് പറയുന്നതെങ്കിൽ, ഈ ഉമ്മത്തിനെ നിരാശപ്പെടുത്താനാണ് അങ്ങനെ പ്രസംഗിക്കുന്നതെങ്കിൽ, ആരെങ്കിലും അങ്ങനെ സൂചിപ്പിക്കുന്നതെങ്കിൽ ഫഹുവ അഹ്ലകഹും, ആ ആളുകളെ നശിപ്പിച്ചത് അവൻ തന്നെയാണ്, പറഞ്ഞ ആളു തന്നെയാണ് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഖാല ഹലകൽ മുസ്ലിമൂൻ ഫഹുവ അഹ്ലകുഹും, അങ്ങനെയും റിവായത്തുണ്ട്. മൻ ഖാല ഹലകൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഹലാക്കായിരിക്കുന്നു, മുസ്ലിമീങ്ങൾ നശിച്ചിരിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഫഹുവ അഹ്ലകുഹും, ആ നശിച്ച മുസ്ലിമീങ്ങളിൽ ഏറ്റവും നശിച്ചവൻ ഈ പറഞ്ഞ ആളു തന്നെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞതിനർത്ഥം? നമ്മളാരും ഈ ഉമ്മത്തിനെ നിരാശപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ പറയരുത് എന്നാണ് പറഞ്ഞതിനർത്ഥം. നിരാശപ്പെടുന്നവരല്ല നമ്മൾ. നമുക്കൊരു പക്ഷേ ഉത്ഥാന പതനങ്ങൾ ഉണ്ടാകാം, താഴ്ചയും ഉയർച്ചയും ഉണ്ടാകാം. ഏത് നാടിനും ഏത് മഹല്ലിനും ചില വളരെ സുമോഹനമായ വളരെ സുന്ദരമായ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോകും. നമ്മുടെ രാമന്തളി മഹല്ല് ഒരു മഹല്ല് ശാക്തീകരണം ചെയ്യാൻ പോകുന്നു എന്ന് ഉസ്മാൻ സാഹിബ് സൂചിപ്പിച്ചു. മഹല്ലിൻ്റെ പ്രസിഡന്റും കൂടിയാണല്ലേ, മാഷാ അല്ലാഹ്, മബ്റൂക്ക്. മഹല്ല് ശാക്തീകരണം ചെയ്യാം. അപ്പോൾ എന്നോട് ചോദിച്ചു, ഉസ്താദ് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അബുദാബി ഇസ്ലാമിക് സെൻ്ററിനെ പോലത്തെ വലിയൊരു സംവിധാനത്തെ നയിച്ച നേതാവിനോട് ഞാൻ എന്ത് പറയാനാ. ഞാൻ പറഞ്ഞു, ഉസ്മാൻ സാഹിബ് നിങ്ങളെ അഭിപ്രായം തന്നെ ഇവിടെ പറഞ്ഞാൽ കാര്യം നടക്കും, ഉഷാറാകുമെന്ന് പറയായിരുന്നു.
നമ്മുടെ മഹല്ലിനെ ശക്തിപ്പെടുത്തണം. നമ്മുടെ മഹല്ലിൻ്റെ ഓരോ വീടുകളും അതിൻ്റെ സെൻസസ് എടുത്ത് നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് ആവശ്യമായ കോച്ചിങ് കൊടുത്ത് നമ്മുടെ യുവാക്കളെ ദീനിൻ്റെ തണലിലും അറിവിലും നിലനിർത്താനുള്ള സംവിധാനങ്ങൾ എല്ലാ മഹല്ലും ചെയ്യേണ്ടതാണ്. അപ്പോൾ ചില കമ്മിറ്റികൾ വരുമ്പോൾ ഒരു മഹല്ലിൻ്റെ സുവർണ്ണ കാലഘട്ടമായിരിക്കും. അടുത്ത കമ്മിറ്റി അത്ര ഉഷാറായിക്കൊള്ളുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞാൽ വീണ്ടും ഉഷാറാവും. വീണ്ടും ചെറിയൊരു തളർച്ച വരും, ഒരു ഉറക്കം വരും, വീണ്ടും ഉണരും. അങ്ങനെ പരാജയങ്ങളെപ്പോലെ തളർച്ചയും ഉണർവും ഉണ്ടാകും, പരാജയവും വിജയവും ഉണ്ടാകും. ഇത് ഉമ്മത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു തളർച്ച വരുമ്പോഴേക്കും ആകെ തളർന്നു ഇനി എണീക്കൂല എന്ന് പറയരുത് എന്നാണ്. ഒരു രോഗിയെക്കുറിച്ച് പോലും അങ്ങനെയല്ലേ നബി തങ്ങൾ പറഞ്ഞത്. ഒരാൾ പാരലൈസായിട്ട് കിടക്കുക, സ്ട്രോക്ക് വന്നു, ഡോക്ടർമാരൊക്കെ മരുന്ന് കൊടുത്തിട്ട് പറഞ്ഞു നടക്കൂല, നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ സമയം വൈകിപ്പോയി, ഞങ്ങൾക്ക് ഇഞ്ചക്ഷൻ കൊടുക്കായിരുന്നു, പക്ഷേ ഇത്ര ഫ്രീക്വൻസിൻ്റെ ഉള്ളിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ആ രോഗിയുടെ മുമ്പിൽ വെച്ച് എന്താപ്പം ചെയ്യലേ, നിങ്ങൾ എണീക്കൂല എന്നപ്പോൾ ഡോക്ടർ പറയണത്, അതിലൊന്നും വിഷമിക്കേണ്ട കേട്ടോ, അങ്ങനെയൊന്നും പറയരുത്. എന്താ പറയേണ്ടത്? അള്ളാഹു അല്ലേ ശിഫ നൽകുന്നത്. ഇഞ്ചക്ഷൻ വെച്ചാലും ഇല്ലെങ്കിലും സർജറി ചെയ്താലും ഇല്ലെങ്കിലും അള്ളാഹുവിനെ എണീപ്പിച്ച് നിർത്താൻ പറ്റുമല്ലോ. അള്ളാഹു ഖാദിറല്ലേ, നമുക്ക് ദുആ ചെയ്യാലോ. സ്വതഖകൾ ചെയ്യിൻ, ദാനധർമ്മങ്ങൾ ചെയ്യിൻ, അമല സ്വാലിഹാത്ത് മുൻനിർത്തി നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അള്ളാഹു സാധിപ്പിച്ചു തരും, അള്ളാഹു ശിഫ തരും എന്നു തന്നെ പറയാവൂ ഏത് രോഗികളോടും. കാരണം ഫഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ദുആ ചെയ്ത ഉസ്താദിന്റെ ദുആയിൽ ഞാനത് കേട്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നാവിലൂടെ അള്ളാഹു മഹാന്റെ ഒരു വാക്കുദ്ധരിക്കുകയാണ്, എൻ്റെ റബ്ബാണ് ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നത്. ശിഫ നൽകുന്നത് അള്ളാഹുവാണ്. ഡോക്ടർമാർ ഞങ്ങളുടെ കയ്യിൽ ഇതിന് മരുന്നില്ല എന്ന് പറഞ്ഞാലും, മരുന്ന് ഈ ബോഡിയിലേക്ക് ഏൽക്കുന്നില്ല എന്ന് പറഞ്ഞാലും, ഞങ്ങളെ കൊണ്ട് ട്രീറ്റ്മെന്റ് സാധ്യമല്ല എന്ന് പറഞ്ഞാലും, ഫഹുവ യശ്ഫീൻ, എനിക്ക് ശിഫ നൽകുന്നത് അല്ലാഹുവാണ് എന്ന് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. അംബിയാഇന്റെ ആ ഒരു തത്വമാണ് മുഅ്മിനീങ്ങൾ കൈപിടിക്കുന്നത്. ചികിത്സിക്കണം. തദാവൂ യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ മരുന്ന് കഴിക്കണം. ഫഇന്നല്ലാഹ ലം യദഅ ദാഅൻ ഇല്ലാ വവളഅ ലഹു ദവാഅ, അല്ലാഹു ഏതൊരു മരുന്നിനും ഏതൊരു രോഗത്തിനും മരുന്ന് വെച്ചിട്ടുണ്ട്. അലിമഹു മൻ അലിമ വജഹിലഹു മൻ ജഹില, ആ മരുന്ന് അറിയുന്നവർക്കറിയാം ഏതാണ് മരുന്നെന്ന്, അറിയാത്തവർക്കറിയില്ല. പക്ഷേ മരുന്നില്ലാത്ത ഒരു രോഗവും ഈ ലോകത്തിലില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ചികിത്സിക്കണം, ചികിത്സിക്കണം. തദാവൂ യാ ഇബാദല്ലാഹ്, ഡോക്ടറെ പോയി കാണണം എന്ന് ഹബീബായ നബി തങ്ങൾ തന്നെയാ പറഞ്ഞത്. പക്ഷേ അതൊരു സബബാണ്. ശിഫ നൽകുന്നത് ഡോക്ടറാണോ? അല്ല, അതൊരു കാരണക്കാരനാണ്. അങ്ങനെ ഡോക്ടർമാർ മരിക്കാൻ പാടില്ലല്ലോ, ഒരു മരിക്കണില്ല, ഒരു അസുഖം വരുന്നില്ലേ. എന്റെ ശിഫ അള്ളാഹുവിന്റെ കയ്യിലാണ്. ഗുളിക കുടിക്കുമ്പോൾ ഈ ഗുളിക കൊണ്ടാണ് മാറട്ടെ, അങ്ങനെയല്ല. അള്ളാഹുവെ ഞാൻ ഗുളിക കുടിക്കുകയാണ്, മാറ്റിത്തരുന്നവൻ നീയാണ് റബ്ബേ, ബിസ്മില്ലാഹ്. അങ്ങനെയാണ് മരുന്ന് കുടിക്കേണ്ടത്. ആ ഡോക്ടർ മരുന്ന് കുടിച്ചാണ് മാറും, വേറെ ഡോക്ടറായാൽ മാറൂല. അല്ലെങ്കിൽ ആ മെഡിക്കൽ ഷോപ്പിലെ മരുന്നുകൊണ്ടേ മാറുള്ളൂ, ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണെങ്കിലേ മാറുള്ളൂ. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. സബബുകളാണ്, അതതിൻ്റെ കാരണമാണ്. അള്ളാഹ് ശിഫ വിധിച്ചിട്ടുണ്ടോ? വിധിക്കും. ഇല്ലേ? ഡോക്ടർ പറയും മരുന്നൊന്നും ഫലിക്കണില്ല. എന്തു തന്നെയായാലും ഒരു രോഗിയോട് പോലും നിരാശയിൽ പറയരുത്. 99 വയസ്സായ ഉമ്മയാണ്, വയസ്സായി കിടക്കുകയാണ്. എന്താ തോരക്കേണ്ടത്? വല്യമ്മാനെ നല്ലവർക്ക് മരിപ്പിക്കണമെന്നാ? അല്ല, വല്യമ്മാക്ക് ശിഫ കൊടുക്കണമെന്നാ തോരക്കേണ്ടത്. അള്ളാഹുവേ നീ ശിഫ കൊടുക്കണേ, ആഫിയത്ത് കൊടുക്കണേ, അങ്ങനെ തോർക്കാവൂ. നമ്മളൊരു 80-85 കഴിഞ്ഞാൽ പിന്നെ ദുആ, അതെ തീരെ വയ്യ പ്രായമായിക്കണേ, പിന്നെ എനിക്ക് നടന്നിട്ടൊക്കെ കുറേ കാലമായി, ഇപ്പോൾ കിടപ്പാണ്, നല്ല നിൽക്കേണ്ട പോയി കിട്ടാൻ വേണ്ടി ഈമാൻ കിട്ടി സലാമത്താകാൻ തോരന്നൊക്കെയെന്ന് പറയും. അത് തോരക്കണം, പക്ഷേ മരിക്കാൻ വേണ്ടി തോരക്കരുത്. എന്നാണോ മരിക്കണത് അള്ളാഹു അപ്പം ഈമാൻ കൊടുക്കണേ, അല്ലെങ്കിൽ ഈമാൻ സലാമത്തായി കൊടുക്കണം. പക്ഷേ ഏതൊരു രോഗിക്കും ശിഫ കിട്ടണം. മരിക്കുമ്പോൾ അങ്ങ് രോഗിയായിട്ട് തന്നെ മരിക്കണമെന്നൊന്നുമില്ലല്ലോ, ആഫിയത്തിന് മരിച്ചൂടെ? അള്ളാഹുവിനോട് ശിഫാഇനെ ചോദിക്കണം. ഒരു പക്ഷേ ആ ശരീരത്തിന് 120 വയസ്സ് വരെ അള്ളാഹ് ആയുസ് ചെയ്തിരിക്കണമെങ്കിൽ നമുക്കറിയാൻ പറ്റുമോ? അതുകൊണ്ട് പ്രായമായി വയ്യാണ്ടായി ഇനി എണീക്കൂല, അതൊക്കെ നമുക്ക് തോന്നുകയാണ്.
അള്ളാഹുവിൻ്റെ ഖലായിൽ ചിലപ്പോൾ മറിച്ചാണെങ്കിലോ. അതുകൊണ്ട് ഷിഫ കൊടുക്കണേന്നേ ദ്വാരക്കാവൂ. എന്തല്ല ഞാൻ മരിപ്പിക്കണേ, എല്ലാവരും കുഴങ്ങിക്കിട്ട് നോക്കിയിട്ട് ഇനി ആവുന്നില്ല, നോക്കാനൊന്നും ആളില്ല, പഠിച്ചവനെ വേഗം കൊണ്ടുപോയിക്കോട്ടെ, അങ്ങനൊന്നും പറയരുത്. നാളെ നമുക്ക് ഈ അവസരം വരുന്നു ആലോചിക്കുക. ഞങ്ങളിങ്ങനെ ഉഷാറായി ബോധമില്ലാണ്ട് കിടക്കുക. അപ്പോൾ അടുത്തുനിന്ന് തന്നെ കുട്ടി പറയാം, അമ്മ വാപ്പാനെ വേഗം കൊണ്ടുപോകാൻ വേണ്ടി വരുന്നൂടെ, എത്ര കാലമായി ഈ കടത്തം കിടക്കണ വാപ്പ വല്യപ്പ എന്ന് പറയുമ്പോൾ പഠിച്ചവനെ എൻ്റെ കുട്ടി പറയണത് കേട്ടോ. നിങ്ങൾക്ക് തിരിച്ചു പറയാൻ കഴിയാത്തൊരു രംഗമുണ്ടാവും. ഇത് കേൾക്കുന്നുണ്ട്, ബോധമുണ്ട്. കുട്ടിയെ പറയല്ലേ, വാപ്പാക്ക് മരിക്കാനൊന്നും പൂതിയായിട്ടില്ല എന്ന് തിരിച്ചു പറയാൻ കഴിയാത്തൊരു നേരം എന്തൊരു വിഷമായിരിക്കും. അതുകൊണ്ട് രോഗിക്ക് പോലും പ്രതീക്ഷയാണ് കൊടുക്കേണ്ടതെന്നാണ്. മരിക്കാൻ തോർക്കണം എപ്പെന്നറിയോ? ഒരു നിയമം വന്ന് നിസ്കരിക്കാൻ പറ്റൂല, നോമ്പെടുക്കാൻ പറ്റൂല, ദീനനുസരിച്ച് ജീവിക്കാൻ പാടില്ല. അങ്ങനെ ശർഈയായ നമ്മുടെ ബാധ്യതകൾ പോലും ചെയ്യാൻ കഴിയാത്ത വിധം ഒരു മുസീബത്ത് വന്നാൽ അപ്പം തോർക്കണം, അല്ലാഹുവേ ജീവിതം ഖൈറാണെങ്കിൽ ജീവിപ്പിക്കണമേ, മരണം ഖൈറാണെങ്കിൽ മരിപ്പിക്കണമേ. അത് അപ്പോഴേ തോർക്കാവൂ. നിസ്കരിക്കാൻ പറ്റൂല, ഒന്നിനും പറ്റൂല, പിന്നെ എന്താ ഇവിടെ അങ്ങ് നടന്നിട്ട് കാര്യം? തിന്നുക, കുടിക്കുക, ഉറങ്ങുക, വേറൊന്നും ചെയ്യാൻ പറ്റൂലെങ്കിൽ പിന്നെ എന്തിനു ജീവിക്കണം? അല്ലാഹുവേ അങ്ങനെയാണെങ്കിൽ അല്ലാഹുമ്മ ഹീനി മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലി വഅമിത്നി മാ കാനൽ മമാതു ഖൈറൻ ലി. ജീവിതം ഖൈറാണെങ്കിൽ ജീവിപ്പിക്കണമേ, മരണം ഖൈറാണെങ്കിൽ മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടത് പോലും ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു ചുറ്റുപാട് വരുമ്പോഴാണ്. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ ഖാല ഹലക്കന്നാസ് ഫഹുവ അഹ്ലകഹും. ആരാണോ ജനങ്ങളൊക്കെ നശിച്ചുപോയി എന്ന് പറയുന്നത്, ആളുകളാണ് അവരെ നശിപ്പിച്ചത് എന്ന് ഹബീബായ നബി തങ്ങളുടെ ഹദീസ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദീസിനെ സംബന്ധിച്ച് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല അലൈഹി, ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഈ ഹദീസിനെ സംബന്ധിച്ച് വിവരിച്ചുകൊണ്ട് പറഞ്ഞു, ഇദാ ഖാല ദാലിക തഹസ്സുനൻ ലിമാ യറാ ഫിന്നാസ് ഫലാ അറാ ബിഹി ബഅസാ. ജനങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക ച്യുതി, സാംസ്കാരികമായ പതനം, അത് കണ്ടുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടാണ് ആ പറയുന്നതെങ്കിൽ, ജനങ്ങൾ നശിച്ചു പോയല്ലോ എന്ന് പറയുന്നതെങ്കിൽ ഫലാ അറാ ബിഹി ബഅസാ, അതിന് കുഴപ്പമില്ല. വിഷമം കൊണ്ട് പറയാണ്, മോശായല്ലേ, ജനങ്ങളൊക്കെ പറ്റ മോശായല്ലോ. വഇദാ ഖാല ദാലിക അജബൻ ബിനഫ്സിഹി, ആ ആള് മാത്രം നല്ലവനാണ്, ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണ് എന്നാണ് പറയുന്നതെങ്കിൽ അവിടെയാണ് ഇങ്ങനെ പറയരുത് എന്ന് നബി തങ്ങൾ പറഞ്ഞത് എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല അലൈഹി. അപ്പൊ പിന്നെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന അരാജകത്വങ്ങളൊന്നും പിന്നെ പറയാൻ പാടില്ലേ, പ്രസംഗിക്കാൻ പാടില്ലേ, ചർച്ച ചെയ്യാൻ പാടില്ലേ? പാടുണ്ട്. എങ്ങനെ? ഭക്ഷണത്തിന് ഉപ്പെങ്ങനെയാണോ അതുപോലെയാണത്. കുറെ ഉപ്പിട്ടാ ഭക്ഷണം കേടരും, തീരെ ഉപ്പിടാണ്ടിരുന്നാൽ തിന്നാനും പറ്റൂല. ആവശ്യത്തിന് കുറച്ചൊക്കെ സൂചിപ്പിക്കുക. എപ്പോഴും ഈ പത്രക്കട്ടിങ്ങും മറ്റേ ഫേസ്ബുക്കിലും വാട്സപ്പിലും വന്ന ന്യൂസും വെച്ചിട്ട് വേല പറയാം, അങ്ങനെ ചെയ്യാൻ പറ്റൂല. ഉമ്മത്തിന് നിരാശ വന്നു പോകും. നിരാശപ്പെടുത്തരുതെന്ന, നിരാശപ്പെടുത്തുന്ന ആളുകളാണ്, അവരാണ് ഉമ്മത്തിനെ നശിപ്പിക്കുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിലേക്കൊരു മടക്കം സാധ്യമല്ല എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന വിധം, പാപമോചനം ചോദിച്ചാൽ പോലും അള്ളാഹു മാപ്പ് തരില്ല എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന വിധം, ഒരു മനുഷ്യന് നന്നാവാൻ ഇനി ഒരവസരവും ഇല്ല എന്ന് തോന്നത്തക്ക വിധം ഒരാളും ഈ ഉമ്മത്തിനെ സംബന്ധിച്ച് ഈ ഉമ്മത്ത് നശിച്ചതാണ് എന്ന് പറഞ്ഞു പോവരുത്. അങ്ങനെയാണ്, ഒരു കാര്യമില്ല എന്ന് പറയരുത്. എന്തുകൊണ്ട്? ഒരു തിന്മ ചെയ്ത്, തെറ്റു ചെയ്ത് അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവർ കമല്ലാദംബല, ആ തെറ്റ് ഒരിക്കലും ചെയ്തിട്ടില്ലാത്തവരെ പോലെയാണ് എന്ന് ഹബീബായ നബി തങ്ങളല്ലേ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖവാരിജുകൾ ഈ ഉമ്മത്തിനെ നിരാശപ്പെടുത്തിയവരാണ്. ചെറുദോഷം സംഭവിച്ചാൽ പോലും അവർ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ കടക്കില്ല എന്ന് പറഞ്ഞവർ ഈ ഉമ്മത്തിൻ്റെ മുൻഗാമികളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്.
അതുകൊണ്ട് നിരാശപ്പെടുത്തുക മാത്രമല്ല വേണ്ടത്, പ്രതീക്ഷയും നൽകണം. വിശുദ്ധമായ ഖുർആൻ അങ്ങനെയല്ലയോ? നരകത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് പറയും. അള്ളാഹുവിന്റെ അദാബിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടില്ലയോ? നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. നബ്ബി ഇബാദി, നബിയേ എൻ്റെ അടിമകളെ ഉണർത്തി കൊടുക്കണമേ, അറിയിച്ചു കൊടുക്കണമേ. അന്നീ അനൽ ഗഫൂറുർ റഹീം, ഞാനാണ് അല്ലാഹു, ഞാനാണ് നിങ്ങൾക്ക് മാപ്പ് നൽകുന്നവൻ, ഞാനാണ് നിങ്ങൾക്ക് റഹ്മത്ത് തരാൻ കഴിയുന്നവൻ. വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എൻ്റെ ശിക്ഷയാണ് വേദനാജനകമായ ശിക്ഷ. അങ്ങനെ അല്ലാഹു പുറത്തു തരുന്നവനാണ്. ഉടനെ പറഞ്ഞു അല്ലാഹു അദാബും ചെയ്യുന്നവനാണ്. അതുകൊണ്ട് മൻ അബദല്ലാഹ ബിൽ ഖൗഫി വഹദ ഫഹുവ ഹറൂരിയുൻ, അള്ളാഹുവിനെ പേടിച്ച് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, നിസ്കരിക്കുന്ന അള്ളാഹിനെ പേടിച്ചിട്ട് മാത്രമാണ്, നോമ്പെടുക്കുന്ന പേടി വേറൊന്നുമില്ല, പേടി മാത്രമാണെങ്കിൽ അവരുടെ പേര് ഹറൂരി എന്നാണ്. ആ വിഭാഗം ശരിയായ വിഭാഗമല്ല. ومن عبد الله بالحب وحده فهو زنديق, അറിവില്ലാതെ ജ്ഞാനമില്ലാതെ എന്തോ അന്ധമായൊരു സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ അത് നിരീശ്വരവാദത്തിലേക്ക് എത്താനിടയുള്ളതാണ്. ومن عبد الله بالرجاء وحده فهو مرجئ, പ്രതീക്ഷ മാത്രം വെച്ചുകൊണ്ടാണ് അള്ളാഹുവിനെ സമീപിക്കുന്നതെങ്കിൽ അവൻ മുർജി വിഭാഗക്കാരനാണ്. എന്നാൽ ومن عبد الله بالحب والخوف والرجاء فذلك هو المؤمن الموحد, അള്ളാഹുവിനെ പ്രതീക്ഷയിലും പേടിയിലും സ്നേഹത്തിലും ഇത് മൂന്നും ഒരുമിച്ച് പിടിച്ചുകൊണ്ടാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ അവരാണ് ശരിയായ തൗഹീദിന്റെ മുവഹിദായ ആൾ, മുവഹിദായ മുഅ്മിനെ എന്ന് മുൻഗാമികൾ പറയാൻ കാരണം അതാണ്. പ്രതീക്ഷ വേണം, പേടിയും വേണം, സ്നേഹം വേണം. ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനെ സമീപിക്കുന്നത്. മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, വിശുദ്ധമായ ഖുർആൻ സൂറത്തു ശംസിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു ആശയം ഞാൻ പങ്കുവെക്കുകയാണ്. തുടക്കത്തിൽ ഞാൻ അതാണ് ഓതിയത്, സൂറത്തു ശംസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വശംസി വദുഹാഹാ, സൂര്യനെ തന്നെയാണ് സത്യം, സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം. ലോകത്തെ ഏറ്റവും സ്പീഡുള്ള സാധനം ഏതാ? സൂര്യപ്രകാശമാണ്. ഏറ്റവും വേഗതയുള്ള സാധനം, ഏറ്റവും വേഗതയുള്ളത് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വേഗതയുള്ളത് ഏതാ? സൂര്യപ്രകാശം. സഞ്ചരിക്കുന്ന സാധനമാണ്. 8 മിനിറ്റും 14 സെക്കൻഡ് എടുക്കും സൂര്യനിൽ നിന്നൊരു പ്രകാശം ഭൂമിയിലേക്ക് എത്താൻ. 8 മിനിറ്റും 14 സെക്കൻഡും. വേഗത സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അപ്പോൾ 8 മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ടാവും? 14 സെക്കൻഡിൽ എത്ര കിലോമീറ്റർ ഓടും? സെക്കൻഡിൽ 3 ലക്ഷം. അങ്ങനെ 8 മിനിറ്റും 14 സെക്കൻഡും ഓടിയാലേ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രകാശത്തുള്ളൂ. സൂര്യനെ തന്നെയാണ് സത്യം, സൂര്യന്റെ പ്രകാശത്തെ തന്നെയാണ് സത്യം. അല്ലാഹു സത്യം ചെയ്യുമ്പോൾ നമ്മളൊന്നും മനസ്സിലാക്കിയില്ല ഇത്ര വലിയ അത്ഭുതമുള്ള സാധനമാണ് അല്ലേ. സൂര്യപ്രകാശത്തെക്കാളും വേഗതയിൽ ഒരു സാധനം സഞ്ചരിച്ചാൽ പിന്നെ ആ സാധനത്തിൻ്റെ മാസ് എന്ന് പറയുന്ന അതിൻ്റെ ആ സാധനം ഉണ്ടാവില്ല എന്ന്, അത് പിന്നെ എനർജി ആയിട്ട് മാറുന്നതാണ്. കാരണം ഇത് മാക്സിമമാണ്. ഇതിൻ്റെ 4/10 പോലും ലോകത്ത് ഇന്നത്തെ ഏറ്റവും വലിയ ഫാസ്റ്റസ്റ്റ് സംവിധാനം എന്ന് പറഞ്ഞാൽ അതൊന്നും എത്തിയിട്ടില്ല എന്ന്. എന്ത് ബുള്ളറ്റ് ട്രെയിനും എന്ത് ഫ്ലൈറ്റ് ആണെങ്കിലും സൂര്യപ്രകാശത്തിൻ്റെ 100-1 വേഗതയിലേക്ക് പോലും എത്താൻ പറ്റില്ല. 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ, മണിക്കൂറിലല്ല, സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. മൈലാകുമ്പോൾ ഇച്ചിരി കുറയും. സൂര്യനെ തന്നെയാണ് സത്യം, സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം. അള്ളാഹു സത്യം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ മഹാത്ഭുതങ്ങളെ കാണിച്ചു തന്നുകൊണ്ടാണ്. അള്ളാഹിൻ്റെ സൃഷ്ടിപ്പിലെ ഏറ്റവും ചെറുതുപോലും വലിയ മഹാത്ഭുതമാണ്, അത് വേറെ വിഷയം. ഏറ്റവും ചെറുത്
ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസലൻ മാ ബഊദതൻ ഫമാ ഫൗഖഹാ. അള്ളാഹുവിന് ഒരു കൊതുകിനെ ഉദാഹരണമായി പറയാൻ അള്ളാഹ്ക്ക് മടിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹിന്റെ മഹത്വം പറയുമ്പോൾ ഒരു കൊതുകിനെ പറയാൻ അള്ളാഹുവിന് മടിയില്ല. എന്താ ഇപ്പൊ പറഞ്ഞത്? കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. ആനക്കുള്ള ആനന്റെ ദേഹത്തുള്ള സർവ്വ അവയവവും ഒരു കൊതുകിന്റെ ദേഹത്തുണ്ടെന്ന. പുറമെ ആനക്കില്ലാത്ത 4 ചിറകുണ്ട് കൊതുകിന്, അല്ലേ? തുമ്പിക്കൈയുണ്ട്. ആനക്ക് ചോര കുടിക്കാനൊന്നും പറ്റൂല, പിടിച്ച് വലിച്ചെറിയാനേ വഴിയുള്ളൂ. കൊതുകിന് എവിടെയാണ് ചോര ഓടുന്ന ഞരമ്പ് സെൻസ് ചെയ്ത് മണത്ത് അവിടെ ഇഞ്ചെക്ട് ചെയ്യും. നമ്മൾ ബ്ലഡ് കൊടുക്കാൻ പോയാലേ ചില നഴ്സുമാരുണ്ട് കുത്തി വെക്കൽ, ശരിയായില്ല, പുറത്തൊന്ന് കുത്തി, പിന്നെ നമുക്ക് ദേഷ്യം വരും. ഈ പണിയൊന്നും പഠിച്ചിട്ട് ഇരുന്നാൽ പോരായിരുന്നു എന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ. കൊതുക് അങ്ങനെയല്ല, കുത്തുന്നത് കറക്റ്റാണ്. ഇപ്പോൾ കറക്റ്റ് രക്തം കുറച്ച് കുടിച്ച് വേറെ നിറഞ്ഞാൽ നമ്മൾ അറിയേ പോലുള്ളൂ. നമ്മെ അറിയാത്ത വിധം കുത്താനുള്ള ചെറിയ എൻസൈം പോലും അള്ളാഹു കൊടുത്തിട്ടുണ്ട് അതിന്. അതുകൊണ്ടാണ് മഹാന്മാർ പറയണത്, അള്ളാഹു കൊതുകിനെ ഉദാഹരണം പറയുമ്പോൾ അത്ഭുതപ്പെടേണ്ട. കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയെ എന്താ അള്ളാഹ് പറയാത്തത്? വലിയൊരു സാധനമാണോ? മുമ്പൊക്കെ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു റൂമിൻ്റെ അത്ര വലുപ്പമുണ്ടായിരുന്നു. കണ്ടിട്ടില്ല? കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചുള്ള ചില നോട്ട്സൊക്കെ കാണുമ്പോൾ ഒരു റൂമിൻ്റെ അത്ര വലുപ്പമുണ്ടായിരുന്നു പണ്ടത്തെ കമ്പ്യൂട്ടർ. ഇപ്പം നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഇതൊരു കമ്പ്യൂട്ടറാണ്. അപ്പം വലുതിനാണോ സ്ഥാനം ഈ ചെറുതിനാണോ? ചെറുതിനാണ്. അതുകൊണ്ട് അള്ളാഹ് കൊതുകിനെ ഉദാഹരണം പറയാൻ അള്ളാഹ്ക്ക് മടിയില്ല. എന്തേ? കൊതുകിൻ്റെ ദേഹത്തുള്ള ബ്രെയിന് കൊടുത്തു, കണ്ണ് കൊടുത്തു, മൂക്ക് കൊടുത്തു, തുമ്പിക്കൈ കൊടുത്തു, കാല് കൊടുത്തു, ചിറകും കൊടുത്തു. ചെറുകുടലും വൻകുടലും ഒക്കെ അതിനുണ്ട്. ഇതൊക്കെ ചെറിയ സാധനത്തിനുള്ളിൽ കൊടുത്തില്ലേ അള്ളാഹു? നമ്മളെ കൊണ്ട് കഴിയുമോ ഇതൊക്കെ? നിങ്ങൾ അടിക്കാൻ പോകുമ്പോൾ കൊതുക് ഓടുന്നുണ്ട്, അടി കൊള്ളുന്ന മൂപ്പർക്ക് ബ്രെയിൻ ഉണ്ട്, നിങ്ങളെ കാണുന്നുണ്ട്, കാഴ്ചയുണ്ട്, സ്മെല്ല് ചെയ്ത് ചില ശരീരങ്ങളിൽ പ്രത്യേകം വന്നിരിക്കും, അവർക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യും, ചില ശരീരങ്ങളിലെ ബ്ലഡ് അവർക്ക് ഇഷ്ടമാവും. ഇതൊക്കെ അള്ളാഹു ഒരു ചെറിയ സാധനത്തിന് കൊടുത്തില്ലേ? അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഉദാഹരണം പറയുമ്പോൾ വലിയ വലിയ സാധനങ്ങൾ തന്നെ പറയണമെന്നില്ല. ഏത് ചെറുതും അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ വലിയ വലിയ ഉദാഹരണങ്ങളാണ്. സൂര്യനെ തന്നെയാണ് സത്യം, സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം. സൂര്യൻ അസ്തമിക്കുമ്പോൾ, ഭൂമിയിലാകെ ഇരുള് പരക്കുമ്പോൾ, സൂര്യാസ്തമയത്തിന് ശേഷം വെളിച്ചം തരാൻ വേണ്ടി അസ്തമയത്തെ തുടർന്ന് വരുന്ന ചന്ദ്രന്റെ പ്രഭയെ തന്നെയാണ് സത്യം. നോക്കണം, അല്ലാഹു സൂര്യൻ എന്ന വലിയ ടോർച്ച് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു വെളിച്ചം പിന്നെയും കൊടുക്കും. കാരണം എപ്പോഴും വീട്ടിലെത്താത്തവരുണ്ടാവും, അവർക്ക് വഴി കാണണം. സ്ട്രീറ്റ് ലൈറ്റൊക്കെ എപ്പോഴല്ലേ വന്നിട്ടുള്ളൂ. പ്രപഞ്ചത്തിലെ സർവ്വതും കാണത്തക്ക വിധം പ്രപഞ്ചത്തിന് അല്ലാഹു പ്രഭാതം കൊണ്ട് വെളിച്ചം നൽകുന്നവനാണ്. ആ വെളിച്ചം നൽകുന്ന അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇപ്പം നമ്മുടെ ചെറിയ ഫ്ലഡ് ലൈറ്റുകളെ പോലെ വലിയ ലൈറ്റുകൾ ഇവിടെ ഉണ്ട് അല്ലേ? ഇനി ഒരു 1000 ലൈറ്റ് ഇവിടെ ഫിറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. എന്നാലും ചെറിയ മാളങ്ങളും പൊത്തുകളൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ. അതിൻ്റെ ഉള്ളിലേക്കൊന്നും വെളിച്ചം കിട്ടൂല. ഇപ്പം ഇവിടെ ഭയങ്കര ലൈറ്റ് ഉണ്ട്. ഇപ്പം നേരെ ബാക്കിലുള്ള ചെറിയ ചെറിയ സുഷിരങ്ങൾ, ആ ചെടികൾ ചുറ്റിൻ്റെ ഉള്ളിൽ ഇത് നമ്മൾ കാണുന്നില്ല. എന്തേ? അങ്ങോട്ട് വെളിച്ചെത്തുന്നില്ല. അള്ളാഹിൻ്റെ വെളിച്ചം തീർന്നാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന വെളിച്ചം നമ്മൾ കത്തിച്ചു വെക്കും. പക്ഷെ അതൊരിക്കലും അള്ളാഹിൻ്റെ വെളിച്ചത്തിനോട് എത്തുന്നില്ല. സൂര്യപ്രകാശം അങ്ങ് വന്നു തുടങ്ങിയാൽ എല്ലായിടത്തും മാളത്തിലും പൊത്തിലും ഗുഹയിലൊക്കെ വെളിച്ചെത്തിയില്ലേ? മനുഷ്യരിത് ചെയ്യണമെങ്കിൽ എത്ര കത്തിക്കണം? ഭൂമിയെ, പ്രപഞ്ചത്തെ തെളിമയാർന്ന വെളിച്ചം കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് തെളിയിച്ചു തരുന്നില്ലയോ? ആ റബ്ബിന്റെ വലിയ സൃഷ്ടിയല്ലയോ പകൽ എന്ന് പറയുന്നത്? ആ പകലിനെ തന്നെയാണ് സത്യം. സത്യം ചെയ്യാണല്ലോ. ഇനി എന്താ പറയാൻ പോണ വിഷയം? അതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. വല്ലൈലി ഇദാ യഗ്ശാഹാ, രാത്രിയെ തന്നെയാണ് സത്യം. അല്ലാഹു ഭൂമിയെ ഇരുളുകൊണ്ട് മൂടുകയാണ് ചെയ്യുന്നത്. ഒരു കവറിട്ടും ബ്ലാങ്കറ്റിട്ടും മൂടിയ പോലെ ഇരുട്ടാണ്, കാണുന്നില്ല. പുതപ്പിനുള്ളിലാ, കാണുന്നില്ല എന്ന് പറയുന്ന പോലെ. ഇരുളെന്ന പുതപ്പ് പോലെയല്ലയോ ഓരോ രാത്രിയും കടന്നു പോകുന്നത്? ഓരോ ദിവസവും സൂര്യാസ്തമയവും സൂര്യോദയവും നടക്കുമ്പോൾ എൻ്റെ കൊച്ചുമക്കളെ, വിദ്യാർത്ഥിനികളെ, നമ്മൾ ആലോചിക്കാറുണ്ടോ? അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ വലിയൊരു അത്ഭുതമാണ് നമ്മെ തലോടിക്കൊണ്ടിരിക്കുന്നത്. പകലും രാത്രിയും
വല്ലൈലി ഇദാ യഗ്ശാഹ വസ്സമാഇ വമാ ബനാഹാ. ആകാശലോകങ്ങളെ തന്നെയാണ് സത്യം. ആരാണോ അവരെ സൃഷ്ടിച്ചത് ആ റബ്ബിനെ തന്നെ. മേലോട്ട് നോക്കിയാൽ നമ്മുടെ കണ്ണിന് പോലും കാണാൻ കഴിയാത്ത ദൂരങ്ങളിൽ കിടക്കുന്ന എത്രയോ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്, ഗ്രഹങ്ങളുണ്ട്, നെബുലകളുണ്ട്, എത്രയോ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുണ്ട്. നമ്മൾ നീല നിറം കാണും, ഇത് ആകാശമല്ലല്ലോ. പ്രകാശത്തിന് വികിരണം സംഭവിക്കുക എന്നാ പറയാ അല്ലേ? എന്താ ഫ്രാക്ഷൻ എന്ന് പറയല്? പ്രപഞ്ചം എന്ന് പറയുന്നത് സമാ, ഭൂമിയുടെ ഏത് ഭാഗത്ത് പോയാലും, നമ്മൾ ഭൂമിൻ്റെ ഈ സൈഡിലാണ്, നമ്മൾ നേരെ താഴെ സൈഡിലാണ് അമേരിക്കക്കാരുണ്ടാവുക, കനേഡിയൻസ് ഉണ്ടാവുക, അവർക്കും ആകാശം തന്നെയാണ്. നമ്മളിങ്ങനെ എയറിൽ നിൽക്കുക. ശരിക്കും ഒരു പന്ത് ഇങ്ങനെ ഈ എയറിൽ വെച്ചാൽ അതിൻ്റെ മേലെയും താഴെയൊക്കെ അവർക്ക് കാണുന്ന പോലെ ചുറ്റും ആകാശമാണ്, താഴെ മേലൊക്കെ ആകാശമാണ്. ആകാശം എന്ന് അല്ലാഹു പറയുന്നത് മാ സമാ വഅല, മനുഷ്യന്റെ ഉന്നതങ്ങളിൽ കിടക്കുന്നതെല്ലാം ആകാശലോകങ്ങളാണ്. കോടിക്കണക്കിന് നക്ഷത്രങ്ങളെയാണ് അല്ലാഹു പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചത്. ആ സൃഷ്ടിച്ച അല്ലാഹുവിനെ തന്നെയാണ് സത്യം. നിങ്ങളുടെ ഭൂമി എന്നത് പ്രപഞ്ചത്തിലെ അല്ലാഹുവിൻ്റെ ഗ്രഹങ്ങളിലേക്ക് നോക്കിയാൽ വളരെ ചെറിയ ഒരു പൊടിയുടെ അത്രയേ ഉള്ളൂ. അല്ലാഹുവിൻ്റെ മറ്റു ഗ്രഹങ്ങളെ നോക്കിയാൽ, മറ്റു നക്ഷത്രങ്ങളെ നോക്കിയാൽ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് വളരെ ചെറിയ സാധനം. നമ്മളിപ്പോൾ എയറിലാണ് നിൽക്കുന്നത്, വല്ല ബോധമുണ്ടോ? ഒരു മുട്ട് പോലും കൊടുക്കാതെ ഭൂമി കറങ്ങണത് നമ്മൾ അങ്ങ് ആലോചിച്ചാണ്ടല്ലോ, പൊരേന്ന് പുറത്തിറങ്ങൂല. എയറിലായി തിരിയണത് ഈ സാധനം, മുട്ടുകൊടുത്തിട്ടില്ല. ഗ്രാവിറ്റി കൊണ്ട് മാത്രമാണ്, ആകർഷണ ബലം, ഗ്രാവിറ്റി, പുഷ് ആൻഡ് പുൾ. അടുത്തുള്ള ഗ്രഹം ഇങ്ങോട്ട് വലിക്കും, ഭൂമി അതിനിങ്ങോട്ടും വലിക്കും. അപ്പോൾ രണ്ടും ഇങ്ങനെ ബാലൻസിൽ നിൽക്കും. ഒന്ന് തള്ളുന്നു, ഒന്ന് വലിക്കുന്നു. ഇത് ചുറ്റും ഉണ്ടാവുമ്പോൾ അതിനിടക്കുള്ളത് ഇങ്ങനെ ബാലൻസിൽ നിൽക്കുകയാണെന്നാണ്. അതുകൊണ്ടാണ് ആകാശലോകങ്ങളെ കാണുന്നില്ലയോ, ബിഗൈരി അമദിൻ തറൗനഹാ, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ചില തൂണുകൾ അല്ലാഹു വെച്ചു കൊടുത്തിട്ടുണ്ട്. ആ കണ്ണിന് കാണാൻ പറ്റാത്ത തൂണുകളാണ് ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്, ജാദിബിയ, ഗ്രാവിറ്റി. ആകാശലോകങ്ങളെ തന്നെയാണ് സത്യം. വമാ ബനാഹാ, ആ ആകാശലോകങ്ങളിലെ നെബുലകളെയും മീറ്റിയേഴ്സിനെയും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും പടച്ച അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇതൊക്കെ വെറുതെ ഉണ്ടായിന്ന് പറയാൻ പറ്റുമോ? വൽ അർള വമാ തുഹാഹാ, ഭൂമിയെ തന്നെയാണ് സത്യം. ആ ഭൂമിയെ ആരാണോ പരന്നതുപോലെ നിങ്ങൾ